അപ്പോൾ എറണാകുളത്ത് വണ്ണല ഭാഗത്തായിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഹംസാസ് നാടൻ ഗ്രിൽ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഏരിയയും വലിയ ക്രൗഡഡൊന്നുമല്ല, പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഗ്രീനറി ഉണ്ട്. അതുമല്ല ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ. മാക്സിമം ഗ്ലാസ് സ്ട്രക്ചേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷർ ആയിട്ടുള്ള ഏരിയാസിൽ മാക്സിമം ഗ്ലാസ് സ്ട്രക്ചേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു മെയിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുക്കിംഗ് ഏരിയ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആണ്. വാഷ് ഏരിയയും ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദറിനോ ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ഒരു ഹട്ട്സ്, സെപ്പറേറ്റ് ഹട്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ടോട്ടലി സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നതിൽ നിന്ന് മാറി ഒരു ചെറിയൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അതിൽ ഒരു ഹട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് AC-യും പിന്നെ സെപ്പറേറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടമനുസരിച്ചിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്തു. അത് മാത്രമല്ല ഔട്ട്സൈഡ്, അതായത് ക്ലോസ്ഡ് ഏരിയ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ഹട്ടിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. എല്ലാ ഹട്ട്സിൻ്റെയും മുകളിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്, ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ കാണുന്നതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ അത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന 2 സർബത്ത്, ഒരു കൂന്തൽ കാന്താരി ഫ്രൈ, ഒരു ചിക്കൻ ലോലിപോപ്പ്, നെയ്മീൻ ഉരുളിച്ചോറ്, പിന്നെ അറബിക് റൈസ് കോംബോയിൽ ഗ്രിൽഡ് ബീഫ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റമായ കൂന്തൽ കാന്താരി ഫ്രൈ എത്തിയിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ രീതിയിലാണ് അവർ സെർവ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൂന്തൽ നമുക്ക് കാണാം, പിന്നെ കുറച്ച് സവാളയൊക്കെ ചേർത്ത് കാണാം, കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ കാന്താരി മുളക് ഒക്കെ കാണാം. അപ്പോൾ ഈ ഡിഷിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോയിഷ് ഗ്രീൻ കളറാണ്. നല്ല ടെംപ്റ്റിംഗ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കൂന്തൽ കാന്താരി ഫ്രൈ എന്നാണെങ്കിലും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബേബി ഒക്ടോപ്പസും കിടപ്പുന്നുണ്ട്. അപ്പോൾ കൂന്തലും ബേബി ഒക്ടോപ്പസും ഇതിൻ്റെ അകത്ത് ഗ്രീൻ ചില്ലി സോസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സവാളയുടെ കൂടെ ബേബി ഒക്ടോപ്പസും കൂന്തലും കൂടെ കൂട്ടി കഴിക്കുകയാണ് എങ്കിൽ അടിപൊളിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ചൂവിയാണ്, നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താരി മുളകിൻ്റെ നല്ല എരിവുണ്ട്, പിന്നെ നമുക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, ചുവന്നുള്ളിയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, പിന്നെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ചിക്കൻ ലോലിപോപ്പാണ്. ഇത് വളരെ ലൈറ്റ്ലി സ്പൈസിയാണ്, കുട്ടികൾക്കായിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഗ്രേവി സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുക്കി നല്ല സ്പൈസി ചിക്കൻ ലോലിപോപ്പ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനായിട്ട് ചിക്കൻ 65 പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ആ സോസിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രേവിയിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്പൈസിനെസ്സും കൂടെ കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. ആ ഒരു സ്പൈസിയാണ്, നല്ല മൊരിഞ്ഞ ചിക്കനാണ്, നല്ല ഫ്രൈഡാണ് സംഭവം, നല്ല അടിപൊളിയാണ് സംഭവം കഴിക്കാനായിട്ട്, നല്ല ടെംപ്റ്റിങ്ങും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നെയ്മീൻ ഉരുളിച്ചോറാണ്. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ ചോറും കറിയും പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ അകത്ത് മീൻ കറി ഉണ്ടാവും, നെയ്മീൻ്റെ ഒരു കറി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാവും, കുറച്ച് പപ്പടം ഉണ്ടാവും, പിന്നെ ഒരു തോരൻ ഉണ്ടാവും, അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഒരു കോവയ്ക്കയുടെ ഒരു കറി ഉണ്ടാവും. പിന്നെ ഇന്നുള്ളത് മധുരക്കറി ആയിട്ടുള്ളത് മാങ്ങ മപ്പാസാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ യൂഷ്വൽ ചോറ്, നമ്മുടെ കേരള റൈസ് തന്നെയാണ് ഇതിൻ്റെ അത് റൈസ് ഐറ്റമായിട്ട് വരുന്നത്. ഇത് ഒരു എക്സെപ്ഷണൽ ഡിഷായിട്ടൊന്നും തോന്നുന്നില്ല, ഇത് ഉരുളിയിൽ സെർവ് ചെയ്തേക്കുന്നേ ഉള്ളൂ. സാധാരണ നമ്മുടെ ചോറും കറി, നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ചോറും കറിയും പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇത് ഒരാൾക്കുള്ളൊരു കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അപ്പോൾ ഞാൻ എൻ്റെ അന്ന് ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു അറബിക് റൈസ് കോംബോയാണ്, ഗ്രിൽഡ് ബീഫ് അറബിക് റൈസ് കോംബോയാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു ഗ്രേവിയുണ്ട്, അതായത് ഗ്രിൽഡ് ബീഫ് ഗ്രേവിയിൽ കുതിർത്തി ആണ് തന്നിരിക്കുന്നത്, റൈസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, അറബിക് റൈസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളെ തന്നെ സമ്മതത്തോടു കൂടി അവർ സെർവ് ചെയ്തത് ഗീ റൈസാണ്. അപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ ഈ ഗ്രേവി അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നില്ല. ചിലപ്പോൾ അറബിക് റൈസിൻ്റെ കൂടെ അടിപൊളി ആയിരുന്നിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാൻ പറ്റില്ല, പക്ഷേ ഗ്രിൽഡ് ബീഫ് സൂപ്പറായിരുന്നു. അതായത് നല്ലോണം ഗ്രില്ല് ചെയ്തേക്കുന്ന തിൻ ബീഫ് സ്ലൈസസ്, അതായത് 4 സ്ലൈസസ് ഉണ്ടാവും. അപ്പോൾ അത് ഗ്രേവിയുടെ കൂടെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ വന്നിരിക്കുന്നതാണ് നമ്മളുടെ ഫൈനൽ ഡ്രിങ്ക് ആയ സർബത്ത്. അത് നോർമലി എല്ലാ കടയിലും കിട്ടുന്ന സർബത്ത് പോലെ തന്നെയായിരുന്നു. ഒന്ന് സോഡ സർബത്തും ഒന്ന് സാധാ സർബത്തുമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. രണ്ടും നമുക്ക് സാധാ കിട്ടുന്ന സർബത്ത് പോലെ തന്നെ നല്ലതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.